നെന്മാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. കൊടുവാൾപ്പാറ ഇളംപ്ലാവ് പാടശേഖരത്തിലാണ് കാട്ടാന കൃഷിനാശം വരുത്തിയത്. 3 ഏക്കർ നെൽകൃഷിയാണ് 2 കാട്ടാനകൾ ചേർന്ന് നശിപ്പിച്ചത്. ഇത്രയും നന്നായി കൃഷി പരിപാലിച്ച് വരുന്ന സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ കൃഷിസ്ഥലത്ത് സ്ഥാപിച്ചത് തകർത്തുകൊണ്ടാണ് ഈ കൃഷിസ്ഥലത്തിലേക്ക് ഈ നെൽകൃഷി വെള്ളമില്ലായ്മയാണെന്നാണ് പറയുന്നത്. വാച്ചർ സതീശിൻ്റെ നേതൃത്വത്തിൽ പുലർച്ചയോടുകൂടി ആനയെ മേൽക്കാട്ടിലേക്ക് കടത്തിവിട്ടു. ഇന്നും വരാൻ സാധ്യതയുണ്ട് എന്നാണ് രവിയേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്കഞ്ചാത്ത് വീട്ടിൽ രവീന്ദ്രന്റെ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. റേഞ്ച് ഓഫീസർ കെ പ്രമോദ് ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തടയാൻ സ്ഥാപിക്കുന്ന 35 കിലോമീറ്റർ സോളാർ ഫെൻസിംഗിൽ 25 കിലോമീറ്റർ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. ഈ ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു 46 കിലോമീറ്റർ ചെമ്മണാമ്പതി മുതൽ പോക്കാമട വരെയുള്ള സൗരോർജ്ജ വേലി ഹാങ്ങിങ് ഫെൻസിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏകദേശം 26 കിലോമീറ്ററോളം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള 10 കിലോമീറ്ററിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റ് പില്ലറുകൾ താത്തുന്ന കോൺക്രീറ്റ് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ഗ്യാപ്പ്. തീർച്ചയായിട്ടും ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമ്മുടെ എലവഞ്ചേരി കവർ ചെയ്ത് സോളാർ ഹാങ്ങിങ് ഫെൻസിങ് പ്രവർത്തനക്ഷമമാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് പുറമേ നമ്മൾ പഴയ ഫെൻസിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വലിയ മൃഗങ്ങൾ ഇറങ്ങുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും തടയാൻ കഴിയുമെന്നാണ് വിശ്വാസം. എലവഞ്ചേരി ഭാഗത്ത് 10 കിലോമീറ്റർ കൂടി പൂർത്തിയാവുന്നതോടെ വന്യമൃഗശല്യം പൂർണ്ണമായും തടയാനാവുമെന്നും കെ പ്രമോദ് പറഞ്ഞു. കർഷക സംഘം നേതാക്കളായ സാബുമോൻ, എ ചെന്താമര എന്നിവരും കൃഷിയിടം സന്ദർശിച്ചു.